64ാമത് കേരള സ്കൂൾ യുവജനോത്സവം ഈ വേദിയിൽ വെച്ച് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് എന്റെ പ്രത്യേക നമസ്കാരം. ഈ വേദി സമ്പുഷ്ടമാക്കുന്ന കേരള മന്ത്രിസഭയിലെ ബഹുമാന്യരായ മന്ത്രിമാർ ശ്രീ രാജൻ, ശ്രീമതി ബിന്ദു, ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ശ്രീ കൃഷ്ണൻകുട്ടി, തൃശൂരിന്റെ MLA ശ്രീ ബാലചന്ദ്രൻ, ഉന്നത കലാകാരന്മാരായ കലാമണ്ഡലം ഗോപിയാശാൻ, ഏറ്റവും പ്രിയങ്കരനായ താളവിദ്വാൻ പെരുവനം കുട്ടന്മാര അവർകൾ, ശ്രീ IM വിജയൻ തുടങ്ങി വേദി സമ്പുഷ്ടമാക്കുന്ന എല്ലാവർക്കും, വിദ്യാഭ്യാസ വകുപ്പ് മേധാവികൾ, ശ്രീമതി വാസുകി അടക്കമുള്ള എല്ലാവർക്കും, ഈ യുവജനോത്സവത്തിന്റെ നടത്തിപ്പുകാർക്ക്, ഇതിന് പിന്തുണ നൽകുന്ന കാക്കിയിട്ട സമൂഹം, അത് ഫയർ ആയാലും പോലീസ് ആയാലും എല്ലാവർക്കും, മാധ്യമ പ്രവർത്തകർക്കും, ഈ ആഘോഷം ഇവിടെ കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത് ഭാവിയിലെ ഏറ്റവും ഉന്നതമായ സംസ്കാരം പേറുന്ന വ്യക്തിത്വങ്ങളായി തീരേണ്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. ആ കുഞ്ഞു മക്കളെ എല്ലാവരെയും നമിച്ചുകൊണ്ട് അവരെ നയിക്കുന്ന അധ്യാപക വൃന്ദം, അനധ്യാപക വൃന്ദം, വിവിധ കലാരൂപങ്ങളിലെ ഗുരുനാഥന്മാർ എല്ലാവരെയും പ്രണമിച്ചുകൊണ്ട് തൃശൂരിൽ ഇത് വർഷങ്ങൾക്ക് ശേഷം നടക്കുമ്പോൾ എന്നെ ഈ വേദിയിൽ ഒരുപക്ഷെ ഒരു കസേര തന്നിരുത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയ തൃശൂരിലെ ബഹുമാന്യരായ സമ്മതിദായകരോട് ഞാൻ എന്റെ പ്രത്യേക നന്ദി ഈ വേദിയിൽ നിന്ന് അറിയിക്കുകയാണ്. വലിയ അനുഗ്രഹമാണ് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമാണ് ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നിന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മന്ത്രിമാരോടൊപ്പം ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു കലാകാരൻ, ഇളയ കലാകാരൻ എന്ന നിലയ്ക്ക് വേദിയിൽ നിൽക്കുവാൻ സാധിക്കുന്നത്, നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ കഴിയുന്നത്. തൃശൂരിൽ ഇത് കഴിഞ്ഞ വർഷം 25 വർഷങ്ങൾക്ക് ശേഷം ഈ ട്രോഫി എടുത്ത് തൃശൂരിനെ അലങ്കരിച്ച് ഒരു തിടമ്പേറ്റി അലങ്കരിച്ച കലാകാരന്മാരുടെ തട്ടകത്തിലേക്കാണ് 64ാമത് യുവജനോത്സവ മത്സര പരമ്പര ഇന്നിവിടെ ആരംഭിക്കുന്നത് എന്നതും ഒരുപാട് സന്തോഷത്തിന് വക നൽകുന്നു. കേരള സ്കൂൾ കലോത്സവം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കലാപ്രതിഭകൾ കണ്ടെത്താനും വളർത്താനും ലക്ഷ്യമിട്ട് ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ്. ഈ കലോത്സവം ആദ്യമായി ആരംഭിച്ചത് 1956-ലാണ്. കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് പിന്നാലെ വിദ്യാർത്ഥികളിൽ കലാപ്രതിഭ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഉത്സവത്തിന് തുടക്കം കുറിക്കപ്പെട്ടത്. വിദ്യാഭ്യാസ ഡയറക്ടർ CS വെങ്കടേശ്വരൻ, ഡെപ്യൂട്ടി ഡയറക്ടർ രാമവർമ്മ അപ്പൻ തമ്പുരാൻ, ആദ്യ അധ്യാപകൻ ഗണേശ അയ്യർ ചേർന്ന് സംഘടിപ്പിച്ചതാണ് ആദ്യത്തെ കലോത്സവം. ഡൽഹി അന്തർ സർവകലാശാല കലോത്സവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ആശയം ഇവിടെ
വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഓരോ വർഷവും നടക്കുന്ന ഈ ഗംഭീര ഉത്സവം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികളുടെ പ്രതിഭകളെ തിളങ്ങി തെളിയിക്കുന്നു. കലോത്സവം വെറും മത്സരമല്ല, ഇത് ഐക്യത്തിന്റെ ഉദയം. വ്യത്യസ്ത സംസ്കാരങ്ങളും പ്രതിഭകളും ഒരുമിച്ച് നടന്ന് പുതിയ സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് നമ്മെ സമൂഹത്തിൽ നല്ല പൗരന്മാരായി രൂപപ്പെടുത്തുന്നു. ആദ്യകാലത്ത് ഇത് ചെറിയൊരു മത്സര പരിപാടിയായി മാത്രമായിരുന്നു നടന്നത്. പിന്നീട് വർഷങ്ങളായി ഇത് വികസിച്ച് ഇന്ന് നൃത്തം, സംഗീതം, നാടകം, കഥാപ്രസംഗം, മിമിക്രി, ചിത്രകല, രചന, കവിത, മോഹിനിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ, നാടൻ കലകൾ തുടങ്ങി 100-ലേറെ ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന വൻ ഉത്സവമായി മാറിയിരിക്കുന്നു. ഗോത്ര കലാരൂപങ്ങൾ ആദ്യമായി അരങ്ങിൽ എത്തിയതും കലോത്സവത്തിൽ വെച്ച് തന്നെയാണ്. ഇന്ന് കേരള സ്കൂൾ കലോത്സവം ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂൾ കലോത്സവങ്ങളിൽ ഒന്നായി ഗിന്നസ് റെക്കോർഡ് ഉൾപ്പെടെ ലോക ശ്രദ്ധ നേടിക്കൊണ്ടേയിരിക്കുന്നു. ഈ കലോത്സവം വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസവും സൃഷ്ടിപരമായ കഴിവുകളും അച്ചടക്കവും കൂട്ടായ്മയുടെ മൂല്യങ്ങളും വളർത്തും. കേരളത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകം പുതിയ തലമുറയിലേക്ക് കൈമാറുന്നതിൽ ഈ ഉത്സവം നിർണായക പങ്ക് വഹിക്കുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് ഈ ഉദ്ഘാടന വേദിയിൽ നിങ്ങളോടൊപ്പം ഹൃദയം കൊണ്ട് തന്നെ പങ്കുചേരാൻ കഴിയുന്നതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും കുഞ്ഞുങ്ങൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും നേർന്നുകൊണ്ട് വിജയം, ഇവിടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ, വിജയം ആരുടെയും പരാജയത്തിന്മേൽ അല്ല എന്ന് പറയുന്ന നിശ്ചയം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. വിജയങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ കണ്ണീര് ഇറ്റ് വീഴാം, പക്ഷെ അത് ആനന്ദാശ്രുക്കളായിരിക്കണം. അത് ലഭിക്കാത്തതിന്റെ പേരിൽ സങ്കട കണ്ണീരായി ഒരിക്കലും ഒഴുക്കരുത് എന്ന് പറയുന്ന ഒരു വലിയ ജ്യേഷ്ഠന്റെ, ഒരു വലിയ അച്ഛന്റെ, അമ്മാവന്റെ ഒക്കെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഏറ്റവും അപ്പീലുകൾ കുറഞ്ഞ യുവജനോത്സവ മേളയായി ഇതിനെ ഉയർത്തണേ എന്ന് ഞാൻ വിദ്യാർത്ഥിനി സമൂഹത്തോടും അധ്യാപകരോടും ഗുരുക്കന്മാരോടും അഭ്യർത്ഥിക്കുകയാണ്.